ഇതുപോലെയൊക്കെ വേറെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാ ഇതിന്റെ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ആലോചിക്കാവുന്ന കഥയാണ്. അതിന്റെ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോഴേ പൈസ കൊടുക്കാൻ ഗ്രാഫിക് ഡിസൈനർക്ക് പൈസ കൊടുക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് കൈകൊണ്ട് എഴുതിയതാണ് എന്ന് ഒരു റൂമർ കേട്ടു. സത്യമാണോ ചേട്ടാ? സത്യം. പോരെ ഇഷാഖ് സുബ്രഹ്മണ്യം, നിങ്ങളെ ഞാനൊന്ന് കാര്യം പെട്ടെന്ന് നടന്നില്ലേ? പക്ഷെ നമ്മള് അത് ആരാ എഴുതിയെന്ന് കൊണ്ടെന്ന് പറയാം. അത് ആരാ എഴുതിയേ? ദിവ്യ എഴുതിയത്. ആണോ? ശരി. അത് നമ്മള് ജേക്കബിന്റെ സ്വർഗരാജ്യം അനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ്, ഹൃദയം അനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ്, പെന്നും പേപ്പറും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് സൂപ്പർ ഹിറ്റ് സിനിമകളെല്ലാം അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ? എല്ലാ സിനിമയും ഉണ്ടാവുന്നത് പേപ്പറിലാണല്ലോ. അതെ, എന്നാലും ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് ഇരിക്കട്ടെ. ഈ ദിവ്യശേഷി എപ്പോഴും ഈ സിനിമയുടെ മുന്നിലേക്ക് വന്നില്ലെങ്കിലും പുറകിൽ ഒരു വലിയ രാശിയായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും അപ്രീസിയേഷനുകളൊക്കെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതിനൊക്കെ ഞാൻ എന്താ പറയാ, എന്നാലും ഞാൻ ഡെയിലി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ആണ് 3 നേരം. 3 നേരം. എന്തൊക്കെയാ ചേട്ടൻ പറയാറുള്ള ഒരു ഭാര്യയെ കുറിച്ചുള്ള ഒരു 3 ഗുണഗണങ്ങൾ വെറുതെ കേൾക്കാൻ ഒരു ആഗ്രഹത്തിന്? ഒരു അണ്ടർസ്റ്റാൻഡിങ് കെയറിങ് ആ സാധനം ഒന്നും വേണ്ട കേട്ടോ. പിന്നെ എന്താ എനിക്ക് വേണ്ട? അല്ല, അത് ക്ലീഷയാ, ഒരു പുതിയ സാധനം. പുതിയതായിട്ട് എന്താ പറയാ, നല്ല അഭിപ്രായമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ല, അങ്ങനെയല്ല എല്ലാത്തിനും ചേട്ടാ ജനറൽ. ഞാൻ കുറച്ചൊക്കെ അനുവദിക്കുന്നത് പറഞ്ഞാലും ഞാൻ അത്രയ്ക്ക് ലിബറൽ ഒന്നും അല്ല ചേട്ടാ, കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് വിനീതേട്ടന്റെ പനിയാണ് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേട്ടന് ഭയങ്കര എനർജി ലോ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കും അങ്ങോട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. കുറവൊന്നുമില്ല. ഇല്ല അല്ലേ? ഈ 2 കുറുക്കന്റെ ശേഷം പറ, കുറുക്കന്റെ സെറ്റിലുണ്ടായ ഒരു രസകരമായ സംഭവം. കുറുക്കന്റെ സെറ്റില് ഈ ഹൃദയത്തില് അഭിനയിച്ചല്ലോ അശ്വത്തും പിന്നെ ശ്രുതി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ 3 പേരുമാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. എനിക്ക് ഷൈനുമായിട്ടുണ്ട്, അച്ഛനുമായിട്ടുണ്ട്, ഗൗരിയുമായിട്ടുണ്ട്. പക്ഷെ ഇവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും പെട്ടുപോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സാധനമായിരുന്നു. ഭയങ്കര ഒരു ഓപ്പറേഷനൊക്കെ നടത്തിയിട്ട് അവസാനം മൊത്തത്തില് അത് കൊളായി ചളകൊളാവുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നന്നായി എൻജോയ് ചെയ്ത. അതെന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞു വരുമ്പോ അതിൽ തമാശ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഈ ലവ് ആക്ഷൻ ഡ്രാമയുടെ സമയത്ത് അച്ഛനെ അഭിനയിപ്പിച്ച കഥ ധ്യാൻ പറഞ്ഞായിരുന്നു. വന്നു നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്തും അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിച്ചപ്പോ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ അച്ഛാ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയേണ്ട ആവശ്യം വന്നിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഇല്ല, അല്ലാണ്ട് അതൊക്കെ ഡയറക്ടറുടെ മാത്രം ഉത്തരവാദിത്വം. അതെ, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ റിഹേഴ്സ് ചെയ്ത് നോക്കുമല്ലോ, ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് നോക്കുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ.